ജാസ്മിന്റെ കണ്ടന്റ് എല്ലാം 2 ആഴ്ച മുന്നേ തന്നെ തീർന്നു. അതിനുശേഷം ലൈവിൽ കാണാനേ ഇല്ല. നമ്മൾ റിവ്യൂകളിലെല്ലാം അത് പറഞ്ഞിട്ടുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതല്ല, നല്ലൊരു അടി പോലും അതിനുശേഷം ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഗെയിം ചർച്ചകളിൽ ഏർപ്പെട്ട് കണ്ടിട്ടില്ല. നല്ലതൊന്നും ഏർപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോ നന്ദനയുടെ അമ്മ വന്നിട്ട് ജാസ്മിന്റെ തനി കൊണം പുറത്തു വന്നു എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. അറ്റൻഷൻ സീക്കിംഗ് എന്നല്ലാതെ ഇതിന് വേറൊരു വാക്കില്ല. വേറൊരു വാക്ക് നിങ്ങൾ കണ്ടുപിടിച്ചതാ, ഞാൻ എന്നാ അത് പറയാം. അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു ജാസ്മിൻ കാണിച്ചുകൊണ്ടിരുന്നത് ലൈവിനകത്ത്. ജാസ്മിന്റെ ഫാമിലിയെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജിൻഡോയുടെ മണ്ടയ്ക്ക് കുതിര കയറുവാണ് വെറുതെ. ജാസ്മിനോട് പരമാവധി കോർക്കാതിരിക്കുമായിരുന്നു പുള്ളി. കാരണം പുള്ളി വഴക്കുണ്ടാക്കാനാണെങ്കിൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്ത് വീട്ടിൽ പോകും. ഇന്നിപ്പോ ലൈവിനകത്ത് ജാസ്മിൻ ജിൻഡോ എന്ന് ചൊറിഞ്ഞു, അറ്റൻഷൻ സീക്കിംഗ് അറ്റ് ഇറ്റ് സ്പീക്ക്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, നീ ഇനി എന്നെ മേലെ കാക്കാന്ന് വിളിക്കരുത്, ഞാൻ വേണ്ട എന്ന് വെച്ച് നിൽക്കുമ്പോ എന്റെ തലയെ കയറി നിരങ്ങാൻ വരരുത് എന്ന് പറയുന്നുണ്ട്. ജിൻഡോ നല്ല റീസ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞത്, കട്ടക്കലിപ്പില്ലായിരുന്നു. അത് കേട്ടതേ ജാസ്മിന്റെ കിളി പോയി. നന്ദനയുടെ അമ്മയുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഒരു സീൻ വേണ്ട, ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ വരണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം മഹാലും ചുരുട്ടി ഓടുന്നുണ്ട്. ജാസ്മിൻ വിസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആരുടെയും മെക്കിട്ട് കയറി അല്ലാതെ വിസിബിലിറ്റി ഉണ്ടാക്കി എടുക്കാൻ ജാസ്മിൻ അറിയത്തില്ല. അല്ലെ പിന്നെ ഗബ്രി വേണം. അതുകൊണ്ടാണ് ഇപ്പൊ ജിൻഡോടെ മെക്കിട്ട് കയറി വടി കൊടുത്ത് അടി മേടിച്ചത്. ജാസ്മിന്റെ 4-3 അന്തം ഫാൻസിനല്ലാതെ ആർക്കും പുള്ളിക്കാരിയുടെ ഒരു സഹതാപം പോലും തോന്നാത്തൊരു അവസ്ഥയായി മാറിക്കഴിഞ്ഞു. സെന്റി ട്രാക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല. കാരണം കയ്യിലിരിപ്പ് ഇതാണ്. ഇപ്പൊ അറ്റൻഷൻ കിട്ടാതിരിക്കുമ്പോൾ വെറുതെ ആളുകളെ ചൊറിഞ്ഞ് സീൻ ഉണ്ടാക്കുക, ആ രീതിയിലാണ് ജാസ്മിൻ അറ്റൻഷൻ ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ ഇതിൽ ജിൻഡോടെ കുരു പൊട്ടുന്നത് ശരിക്കും ഞാൻ ലൈവിനകത്ത് കണ്ടു കേട്ടോ. നല്ലൊരു അടി ആയനെ ഇത്. നന്ദനയും അഭിഷേകും സായും ഒക്കെ ഇടപെട്ട് ജിൻഡോയെ കൂളാക്കിയതാണ്. ഈ ഒരു വഴക്കിന്റെ ബാക്കി ഇന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം.